നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ കണ്ടിന്യൂസ് അടുത്ത നോട്ടിഫിക്കേഷനും അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് പറയുന്നത്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് UPSC എക്സാംസ് ആണ്. ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ 2 2024 ഇൻക്ലൂഡിങ് SSC വുമൻ നോൺ ടെക്നിക്കൽ കോഴ്സ് എന്ന സെഗ്മെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെന്ന് വെച്ചാൽ ടോട്ടലായിട്ട്, അതായത് ഇന്നലെ 15-ാം തീയതിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട വിധം ഓൺലൈനാണ്. ആകെ 459 വേക്കൻസീസ് ആണുള്ളത്. 459 വേക്കൻസീസ് എല്ലാ കാൻഡിഡേറ്റ്സിലും ഉണ്ട്. ഇതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റിസർവേഷൻ ഇവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഫീമെയിൽ ആൻഡ് SC/ST കാൻഡിഡേറ്റ്സ് അവർക്ക് അപ്ലിക്കേഷൻ ഫീ ഇല്ല. അല്ലാത്തവർക്ക് 200 രൂപ അപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ. പേയ്മെൻറ്റ് മോഡ് എനി UPI അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷ് ആയിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ അടയ്ക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് വരുന്നത് 4/6/2024 6 മണി വരെയാണ്. ഓക്കെ. എക്സാമിനേഷൻ വരുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. ഇപ്പോൾ അതിൽ ഏതൊക്കെ സെഗ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ IMA ആൻഡ് ഇന്ത്യൻ നേവൽ അക്കാഡമി, അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ആൻഡ് ഇന്ത്യൻ നേവൽ അക്കാഡമി രണ്ടിലും ചേർന്നാണ്. അവിടെ പ്രായം പറയുന്നുണ്ട് നമുക്ക്. അതായത് ജൂലൈ 2001-നും 2006 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കും എന്ന് പറയുന്നത്. അതായത് 2006 വരുമ്പോൾ 18 വയസ്സും 2001 വരുമ്പോൾ നിങ്ങൾക്ക് 23, അതായത് അപ്രോക്സിമേറ്റ്ലി 20-25 വയസ്സിനുള്ളിൽ എന്നാണ് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ വേക്കൻസി വന്നിരിക്കുന്ന പിന്നെയുള്ള പോസ്റ്റ് വരുന്നത് എയർഫോഴ്സ് അക്കാഡമിയാണ്. അതിൽ തന്നെ അതിനും 28-24 വയസ്സിനുള്ളിലുള്ളവരെയാണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 2001-നും 2005 ജൂലൈക്ക് ഇടയിൽ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വരുമ്പോൾ 25 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിലാകുമ്പോൾ 24 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഒരു ഡിഗ്രി ഇൻ IMA, അതായത് മിലിറ്ററി സർവീസ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ എന്നീ ഇതിലേക്കാണ്. അവിടേക്ക് വരുമ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻ്റ് ആണ്. ഫോർ നേവൽ അക്കാഡമിക്ക് പറയുന്നത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്, ഇന്ത്യൻ നേവൽ അക്കാഡമി. എയർഫോഴ്സിന് പറയുന്നത് ഫിസിക്സ് ആൻഡ് മാത്സും ചേർന്നിട്ടുള്ള 10+2 ലെവൽ ഓർ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ 1-ആണ്. 4 ജൂൺ വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇതിന് നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഇത്രയാണ് നമുക്ക് പറയുന്നുള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. നല്ല പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് സക്സസ് ആവും. താങ്ക് യു.